നിശബ്ദതയുടെ അനാഥമാക്കപ്പെട്ട ആത്മാവ്. നിശബ്ദതയുടെ പൊരുൾ ആർക്കും അറിഞ്ഞുകൂടാ. കാറ്റിന്റെ നിശബ്ദത, മേഘത്തിന്റെ നിശബ്ദത, മഴയുടെ നിശബ്ദത, സ്നേഹത്തിന്റെ നിശബ്ദത, കാമുകി തന്ന പൂവിന്റെ നിശബ്ദത, അവളുടെ ചുണ്ടുകളിൽ കൊഴിഞ്ഞ പുഞ്ചിരിയുടെ നനുത്ത നിശബ്ദത, വേദനയുടെ ഒരു പുതപ്പ് അവളെ അടിമുടി ആശ്ലേഷിച്ചിരിക്കുന്നു. ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക് ഇത്ര പെട്ടെന്ന് വിവർത്തനം ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആഴം കുറഞ്ഞ മരണങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. ശലഭഭാരമുള്ള ജീവിതങ്ങൾ ഒഴിയുന്നു. വെളിച്ചത്തിന്റെ വിങ്ങുന്ന നട്ടെല്ല് ഊരിയെടുക്കാൻ ഇരുട്ടിന് അല്പം പോലും മടിയില്ല. അഴുകി ദ്രവിച്ച ചിന്തയിൽ ഹിംസയുടെ ചതിക്കണ്ണുകൾ തുറന്നിരിക്കുന്നു. അനീതികളെല്ലാം ഹിംസയാണ്. അവൾക്കു ചുറ്റും വാടിയ പൂക്കൾ മാത്രം. വാതിചത്ത മരങ്ങൾക്കിടയിൽ പച്ചവറ്റിപ്പോയ ചെടികൾ മാത്രം. കുഴഞ്ഞുകൂമ്പിയ പുതു നാമ്പുകൾക്കിടയിൽ വാടിയ പൂക്കളുടെ മഹാമൗനം. എന്തുകൊണ്ട് പൂക്കളുടെ നിറം മങ്ങിയെന്ന്, മണം വറ്റിയെന്ന് പൂന്തോട്ട സൂക്ഷിപ്പുകാരൻ പോലും വിശദീകരിക്കുന്നില്ല. അടർന്നു വീഴാറായ ആഴമേറിയ മൗനം, ഭീതി തുളുമ്പുന്ന മൗനഭാഷണം മാത്രം. ഒച്ചയില്ലാതെ നിശബ്ദതയുടെ അനാഥമാക്കപ്പെട്ട ആത്മാവ് പൂന്തോട്ടത്തിൽ നിന്ന് കുടിയിറക്കപ്പെടുന്നു.